ഈ റീൽ എടുക്കുന്ന സമയത്ത് ഇവയ്ക്ക് ഈ പർദ്ദയും സാധനങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഈ പോലീസ് പിടിക്കുമെന്നായപ്പോൾ മാസ്ക് ആയി, പർദ്ദയായി. എന്താ ഇപ്പൊ നിനക്ക് ഫേമസ് ആവണ്ടേ? അപ്പൊ നിനക്ക് ഫേമസ് ആവണമായിരുന്നു, അയാളെ കൊടുക്കണമായിരുന്നു, അയാളുടെ ജീവിതം. പക്ഷെ നിനക്ക് പറ്റിയത് എന്താണെന്ന് അറിയാമോ? അയാള് ആത്മഹത്യ ചെയ്യുമെന്ന് നീ വിചാരിച്ചില്ല. എല്ലാവരുടെയും ട്രെൻഡിനൊപ്പം എന്നാ പിന്നെ ട്രെൻഡിനൊപ്പം ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗും ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ പേര് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. ഇവളെ പോലെയുള്ള മന്ദബുദ്ധികൾ ഇവൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വന്നു. അതായത് സ്വന്തം തന്ത ആരാ തള്ളയാന്ന് ആരാന്ന് പോലും അറിയാത്ത കുറച്ച് ആളുകൾ ഇവളെ സപ്പോർട്ട് ചെയ്തു, ശ്രീലക്ഷ്മി അറക്കലിനെയൊക്കെ പോലെയുള്ള കുറച്ച് ആളുകൾ. അതുകൊണ്ട് ഇവള് വിചാരിച്ചു വലിയ രീതിയിൽ എനിക്ക് അങ്ങ് സപ്പോർട്ട് കിട്ടും. പിന്നീട് അയാളുടെ ഭാഗത്താണ് തെറ്റെന്ന്, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് തോന്നുമ്പോൾ ആളുകൾ വരുവാണെങ്കിൽ അപ്പോളജി പറഞ്ഞിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ കേരളത്തിലെ ആണുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു രക്തസാക്ഷി തന്നെയാണ് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതായത് ഈ കൊള്ളരുതായ്മ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ ഒരു ഇരയാണ് ഞാൻ, അതിന്റെ ഒരു നേർക്കാഴ്ചയും അതിന്റെ ഒരു ഇരയുമാണ് ഞാൻ, ഇനി ഇത് ആർക്കും ആവർത്തിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ